അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 28ാമത്തെ പേജാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജീവചരിത്ര കുറിപ്പുകൾ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചെറിയ ഒരു ജീവചരിത്ര കുറിപ്പാണ് പാഠമായി നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്കൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ചിത്രം കൊടുത്തതായിട്ട് കാണാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാന സ്റ്റീഫൻ ഹോക്കിംഗ് ആലിമൻ മഷ്ഹൂറൻ ولد في 1242 ميلادية بمدينة أوكسفورد في إنجلترا. والده فرانك هوكينج ووالدته إيزابيل هوكينج. أكمل دراسته في جامعة كامبريدج، وصار ستيفن بارعا في علم الفيزياء. أصيب بمرض عصبي في 21 من عمره، وأصبح رهين الكرسي زهاء 55 عاما من حياته. صار ستيفن قدوة للصبر والمثابرة على الأمراض. له مؤلفات عديدة، ومن أشهرها تاريخ موجز للزمن A Brief History of Time. الكون في قشرة جوز The Universe in a Nutshell. توفيه هوكينج يوم 14 مارس 2018 ميلادية بكامبريدج. കാന സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു ആലിമൻ, പണ്ഡിതൻ എന്ന അർത്ഥമുണ്ട്, അതുപോലെ ശാസ്ത്രജ്ഞൻ എന്ന അർത്ഥവുമുണ്ട്. ആലിമൻ, മഷ്ഹൂറൻ, പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. വുലിദ, അദ്ദേഹം ജനിച്ചു. ഫി 1942 മീലാദിയ 1942 പി മദീനത്തി ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡ് പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി ഇഞ്ചൽത്ര, ഇഞ്ചൽത്ര ഇംഗ്ലണ്ടിലുള്ള. വാലിദുഹു ഫ്രാങ്ക് ഹോക്കിംഗ്, വാലിദുഹു അദ്ദേഹത്തിൻ്റെ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ് ആണ്. വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ മാതാവ് ഇസബേൽ ഹോക്കിംഗ്, ഇസബൽ ഹോക്കിംഗ് ആണ്. അക്മല ദിറാസത്തുഹു, അക്മല പൂർത്തിയാക്കി, ദിറാസത്തുഹു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, ഫി ജാമിഅത്തി കാംബ്രിഡ്ജ്, ജാമിഅത്ത് യൂണിവേഴ്സിറ്റി കാംബ്രിഡ്ജ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. വസ്വാറ സ്റ്റീഫൻ, അങ്ങനെ സ്റ്റീഫൻ ആയിത്തീർന്നു. ബാരിഅൻ, നിപുണനായി തീർന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ആയി തീർന്നു. ഫി ഇൽമിൽ ഫീസിയ, ഫിസിക്സിലെ ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായി അദ്ദേഹം മാറി. ഉസീബ, അദ്ദേഹത്തിന് ബാധിക്കപ്പെട്ടു. ബി മറലിൻ അസബിയൻ, മറലിൻ അസബിയ ന്യൂറോളജിക്കൽ ഡിസീസ്, അദ്ദേഹത്തിൻ്റെ നാഡീ ഞരമ്പുകളെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖത്തെ അദ്ദേഹത്തെ ബാധിച്ചു. ഫിൽ ഹാദി വ ഇഷിരീൻ, അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ, മിൻ ഉംരിഹി, അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിൽ ഒരു ന്യൂറോളജിക്കലായിട്ടുള്ള രോഗം അദ്ദേഹത്തെ ബാധിച്ചു. വ അസ്ബഹ റഹീനുൽ കുർസി, അങ്ങനെ അദ്ദേഹം ആയിത്തീർന്നു. റഹീനുൽ കുർസി, വീൽ ചെയറിനെ അവലംബിക്കുന്ന ഒരു രോഗിയായി തീർന്നു. സുഹാ 55 ആമൻ, 55 വർഷത്തോളം,
മിൻ ഹയാത്തിഹി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 55 വർഷത്തോളവും അദ്ദേഹം വീൽ ചെയറിലായിരുന്നു. സോറ സ്റ്റീഫൻ പുതുവത്തൻ ലിസ്സൊബർ, അങ്ങനെ സ്റ്റീഫൻ ആയിത്തീർന്നു പുതുവത്തൻ, ഒരു മാതൃകയായി തീർന്നു, ലിസ്സൊബർ, ക്ഷമയുടെ ഒരു മാതൃകയായി തീർന്നു. വൽ മുസാബറത്തി അലൽ അമ്രാൾ, മുസാബറത്ത് സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. രോഗമുണ്ടെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മാതൃകയായിട്ട് അദ്ദേഹം മാറി. ലഹു മുഅല്ലഫാത്തുൻ അദീദത്തുൻ, ലഹു അദ്ദേഹത്തിനുണ്ട് മുഅല്ലഫാത്തുൻ ഗ്രന്ഥങ്ങൾ, അദീദത്തുൻ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. വമിൻ അഷ്ഹരിഹ, അതിൽ പ്രസിദ്ധമായത് താരീഖുൻ മൗജസുൻ ലിസമൻ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, അൽ കൗനു ഫി ഖിശ്റത്തി ജൗസിൻ, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ എന്നിവയാണ്. വഫി ഹോക്കിംഗ്, ഹോക്കിംഗ് മരണപ്പെട്ടത് യൗമു റാബി അഷറ 14 മാർച്ച് മാസം 14-ാം തീയതി, അൽഫൈൻ സാമിൻ അഷറ മീലാദിയ 2018 ബി കാംബ്രിഡ്ജ്, കാംബ്രിഡ്ജിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്.